أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അന്നാസിലെ അവസാന 3 വചനങ്ങളാണ് നിങ്ങൾ കേട്ടുകഴിഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: പിന്മാറിക്കളയുന്ന ദുർബോധകൻ്റെ ഉപദ്രവത്തിൽ നിന്ന് മനുഷ്യഹൃദയത്തിൽ ദുർബോധനം ചെയ്യുന്നവനത്രേ അവൻ. മറഞ്ഞിരിക്കുന്നവരിൽ നിന്നും സാധാരണ മനുഷ്യരിൽ നിന്നുമുള്ള ദുർബോധകൻ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ദുർബോധനത്തിൻ്റെ ഷർറിൽ നിന്നും അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നു. അതുപോലെ ദുർബോധനം നടത്തി പുറകിൽ പോകുന്നവരുടെ ഷർറിൽ നിന്നും അള്ളാഹുവിൽ അഭയം തേടാനാണ് ഇവിടെ പറയുന്നത്. അവർ ചെറിയവരുടെയും വലിയവരുടെയും ഹൃദയത്തിൽ ദുർബോധനം നടത്തി അവരെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഷർറിൽ നിന്നും അള്ളാഹുവിൽ അഭയം തേടാനാണ് ഇവിടെ പറയുന്നത്. മിനൽ ജിന്നത്തി വന്നാസ് എന്നതിൽ ജിന്ന് എന്ന വാക്ക് മനുഷ്യനുമായി ബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സാധാരണ കാണാൻ കഴിയാത്ത ആളുകളെയാണ് ഇവിടെ ജിന്ന് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണയായി അവർ അവരുടെ വീടുകളിൽ തന്നെ കഴിച്ചു കൂട്ടുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പുറത്ത് കാവൽ ഭടന്മാരും ഉണ്ടായിരിക്കും. ഉൻസ് എന്ന് പറയുന്നത് സാധാരണക്കാരായ മനുഷ്യരുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കാണ്. ഹസ്രത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഗവർണർമാർക്ക് ഒരു കൽപ്പന നൽകിയിരുന്നു. ഒരു ഗവർണർക്കും സെക്യൂരിറ്റി പാടില്ല എന്ന്. ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഗവർണർമാരെ കാണുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയായിരുന്നു ഈ നിയമം നടപ്പിലാക്കിയിരുന്നത്. അതുപോലെ അവർ ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ജിന്നുകളെപ്പോലെ ആവാതിരിക്കാൻ കൂടിയായിരുന്നു ഈ നിയമം കൊണ്ടുവന്നത്. അവസാന കാലഘട്ടത്തിൽ പാശ്ചാത്യ സമൂഹം ഇസ്ലാമിനെ ആക്രമിക്കുകയും എല്ലാം തകർക്കുകയും ചെയ്യുമെന്നുള്ള മുന്നറിയിപ്പും അള്ളാഹു ഈ സൂറത്തിലൂടെ നൽകുന്നുണ്ട്. അങ്ങനെ അവർ ഇസ്ലാമിക രാജ്യം പിടിച്ചടക്കുകയും ചെയ്യുന്നതാണ്. അവർ ചതിയിലൂടെയായിരിക്കും ഇതെല്ലാം തന്നെ ചെയ്യുക. അവർ തുടക്കത്തിൽ പറയുക, ഞങ്ങൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും അറിവുകളും പകർന്നു നൽകാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നും മറ്റുമായിരിക്കും. എന്നാൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുക എന്നുള്ളതായിരിക്കും. ജനങ്ങളെ അള്ളാഹുവിൽ നിന്നും അതുപോലെ തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്നും അകറ്റി നിർത്തുക എന്നത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. അവർ പ്രത്യക്ഷത്തിൽ പറയും, ഞങ്ങൾ രാജ്യ താൽപര്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. എന്നാൽ അവർ ജനങ്ങളെ മതത്തിൽ നിന്ന് അകറ്റാനുള്ള ശ്രമത്തിലായിരിക്കും. അതുപോലെ അവരുടെ മതത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള ശ്രമവുമായിരിക്കും. അവർ വലിയവരെയും ചെറിയവരെയും എല്ലാം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമായിരിക്കും ചെയ്യുന്നത്. ചിലർ തെറ്റുകൾ ചെയ്താൽ പരസ്യമായി അത് ഏറ്റുപറയുന്നവരായിരിക്കും. എന്നാൽ മറ്റു ചിലരുണ്ട്, അവർ ഒളിച്ചിരുന്നായിരിക്കും തെറ്റുകൾ ചെയ്യുക. പാശ്ചാത്യ സമൂഹത്തിൻ്റെ രീതി നേരിട്ട് കാര്യങ്ങളിൽ ഇടപെടാതെ പിറകിലിരുന്നു കൊണ്ട് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. തങ്ങളുടെ രാജ്യം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുക പോലും ഉണ്ടാക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും അവർ ചെയ്യുക. അതുപോലെ അവർ വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങൾ എഴുതുന്നതാണ്, പ്രബന്ധങ്ങൾ രചിക്കുന്നതാണ്. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ അറിവ് പകർന്നു നൽകുകയാണ് എന്ന്. അതിൽ കാണാൻ സാധിക്കുക ഇസ്ലാമിക വിദ്വേഷം പകർത്തുന്ന രീതിയിലുള്ള ലേഖനങ്ങളും അതുപോലെ തന്നെ നിരീശ്വരവാദം വളർത്തുന്ന കാര്യങ്ങളുമായിരിക്കും.
ഈ രീതിയിൽ തങ്ങളുടെ നാട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റുള്ള നാടുകളെ നശിപ്പിക്കുന്ന പ്രവണതയാണ് അവർ ചെയ്തു വരുന്നത്. പിന്നീട് പറയുന്നു, യുവസ്വിസ് ഫീ സുദൂരിന്നാസി മിനൽ ജിന്നത്തി വന്നാസ്. ഈ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ധനികരിലും ദരിദ്രരിലും അവർ സമ്പത്തിൻ്റെ ആഗ്രഹം വർദ്ധിപ്പിക്കുന്നതാണ് എന്ന്. ഈ ആയത്തിൽ മറ്റൊരു പ്രവചനം കൂടിയുണ്ട്. അതായത് അവസാന കാലത്ത് പൊട്ടിപ്പുറപ്പെടുന്ന പ്രശ്നങ്ങൾ സംഘാടക രൂപത്തിലുള്ളതായിരിക്കും. അതായത് ഒരു വ്യവസ്ഥിതിയിലായിരിക്കും അവർ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആളുകൾ ഇതിൽ തനിയെ പങ്കെടുക്കുക മാത്രമല്ല ചെയ്യുക, മറിച്ച് മറ്റുള്ളവരെ കൂടി ഇതിലോട്ട് പങ്കെടുപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഈ സംഘടനകൾ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നവയുമായിരിക്കും. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.